ഒരമ്മയായി ഒരു നല്ല സഹോദരി, സ്നേഹമുള്ള ഒരു മാതാവ്, എൻ്റെ കുടുംബത്തിൽ സ്തുതിക്കുന്ന സ്തോത്രം. ദാസന്മാരിൽ നിന്നും തിരുനാമത്തെ അന്വേഷിക്കുകയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും എല്ലാ സകലവും അവർ ബന്ധത്തിൽ നിലനിർത്തുന്നു. സകലമാനത്തോടെ പ്രാർത്ഥനകളുടെ സ്തോത്രം യേശു നാമത്തിൽ. ഇത് നമ്മുടെ ഇഷ്ടമാണ്. എല്ലാ കാലത്തെ വാഴ്ത്തുവാൻ തിരുവെടുത്ത് നമ്മെ ഓർമ്മിക്കുന്നു. അതാ നമുക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാലൊരു ദൈവം മനുഷ്യനായി അവതരിച്ച് കുലത്തിനു വേണ്ടി രക്തം ചൊരിഞ്ഞ് മൂന്നാണികളെ കുറിച്ച് പറക്കപ്പെട്ട് ബലിയായി തീർന്ന യേശുവിന്റെ സ്നേഹം മാറാത്തതായിരിക്കാൻ സ്തോത്രം ചെയ്യാം. ആയിരങ്ങൾ ലക്ഷങ്ങൾ കോടികൾ ജീവിച്ച് അവസാനിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ പ്രാപിച്ച് നിത്യശിക്ഷാവധിയിൽ നിന്ന് നരകാഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ പ്രിയ മാതാവ് ആയിരിക്കുവാൻ ദൈവം ഭാഗ്യം നൽകിയതിനാൽ സ്തോത്രം ചെയ്യാം. ഫലപ്രകാരം മുഴുവൻ സ്നാന അഭിഷേകത്തിന്റെ കൈക്കീഴിൽ തൃപ്തനാമത്തിൽ പ്രാപിച്ച് ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യ നിമിഷം വരെയും കർത്താവിനെ സ്നേഹിക്കുവാൻ സേവിക്കുവാൻ പിൻപറ്റുവാൻ നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. തന്നിൽ ആരംഭിച്ച പ്രവൃത്തിയെ കർത്താവ് പൂർത്തീകരിച്ച് തക്ക സമയത്ത് തന്റെ സന്നിധിയിൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനുള്ള വചനപ്രകാരം എന്റെ അവകാശത്തിലേക്ക് തന്നെ തക്ക സമയത്ത് കർത്താവ് ചേർത്തതിനാൽ സ്തോത്രം. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിൽ തുടർന്ന് അന്ത്യ ശുശ്രൂഷകളെ കർത്താവ് നടത്തി തരണം. കടന്നു വരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും മക്കൾ വേണ്ടപ്പെട്ടവരെ ശുശ്രൂഷരെ എല്ലാം കൊണ്ടുവന്ന് കർത്താവിന്റെ സാന്നിധ്യത്തോടെ ശുശ്രൂഷയെ ഏറ്റവും ആത്മീയാനുഗ്രഹം നടത്തി തരേണ്ടതിനായി സ്തോത്രം ചെയ്യുക. ഭൂമിയിലുള്ള പ്രിയപ്പെട്ടവർക്ക് ദുഃഖമെങ്കിലും നഷ്ടമെങ്കിലും അത് സ്വർഗത്തിലെ സന്തോഷവും ലാഭമായി തീർന്നിരിക്കാൻ സ്തോത്രം ചെയ്യുക. അവിടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ ഇനിയും അവസരങ്ങൾ ലഭിക്കുമെന്ന് തിരുവെടുത്ത് വളരെ വ്യക്തമായിട്ട് നാം വർദ്ധിക്കുന്നു. കർത്താവ്
അപ്രകാരമുള്ള പ്രത്യാശ നമുക്ക് നൽകിയിരിക്കാൻ ആ വചനത്താൽ ഇതിനെ ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ എന്ന് അറിവ് ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യാം. വേണ്ടപ്പെട്ടവരെ എന്തൊക്കെ സമയത്ത് കൊണ്ടുവരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ധരിക്കട്ടെ. ായിരിക്കുന്ന എൻ്റെ മക്കളെ, ദാസനെ, മക്കളെ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, അയൽവാസികൾ, വേണ്ടപ്പെട്ടവരെ എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ സ്വർഗീയ ആശ്വാസത്താൽ നിറയ്ക്കുമാറാകണമേ. സ്വർഗീയ പ്രത്യാശയാൽ എല്ലാവരെയും വെച്ചുകൊള്ളണമേ. കൃപയുടെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൂടിയിരിക്കും, അനുഗ്രഹിക്കും. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. എന്താനന്ദം നമ്മൾ പ്രിയനായി ശോഭസൂര്യനായി വരുന്ന. എന്താനന്ദം നമ്മൾ പ്രിയനായി ശോഭസൂര്യനായി വരുന്ന. ുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. പാർത്തിടാമെന്നും
പ്രതിഫലമായി നൽകും നീതിയിൻ കിരീടം നീതിയുള്ള കർത്തൻ വെളിപ്പെടുന്ന നാളിൽ പ്രതിഫലമായി നൽകും പരമാനന്ദമേ പരത്തിലെന്നുമേ പരിചിലേശുവേ കൂടെ വസിച്ചിടാമെന്നോ പാർത്തിടാമെന്നോ കൂടെ പാർത്തിടാമെന്നോ അരുമനാഥനെ കൂടെ പാർത്തിടാമെന്നോ പാർത്തിടാമെന്നോ കൂടെ പാർത്തിടാമെന്നോ അരുമനാഥനെ കൂടെ പാർത്തിടാമെന്നോ കുഞ്ഞാടാമിളക്കാം ശോഭിക്കും പുരിയിൽ പൂങ്ങിടുമ്പോൾ ഞാനും തേജസ്സായി മാറും കുഞ്ഞാടാമിളക്കാം ശോഭിക്കും പുരിയിൽ പൂങ്ങിടുമ്പോൾ ഞാനും തേജസ്സായി മാറും സൂര്യപ്രഭയെ വെല്ലും തേജസ്സോടെ വാഴും എൻ പ്രിയൻ കൂടെ ഞാനും സൂര്യതുല്യനാകും സൂര്യപ്രഭയെ വെല്ലും തേജസ്സോടെ വാഴും എൻ പ്രിയൻ കൂടെ ഞാനും സൂര്യതുല്യനാകും പരമാനന്ദമേ പരത്തിലെന്നുമേ പരിചിലേശുവേ കൂടി വസിച്ചിടാമെന്നു പാർത്തിടാമെന്നു കൂടി പാർത്തിടാമെന്നു അരുമനാഥനെ കൂടി പാർത്തിടാമെന്നു പാർത്തിടാമെന്നു കൂടി പാർത്തിടാമെന്നു അരുമനാഥനെ കൂടി പാർത്തിടാമെന്നു ലോകത്തെ ജയിച്ച ശുദ്ധരൊത്തു ഞാനും പാട്ടുകൾ പാടിയിടും ജയധ്വനിയോടെ ലോകത്തെ ജയിച്ച ശുദ്ധരൊത്തു ഞാനും പാട്ടുകൾ പാടിയിടും ജയധ്വനിയോടെ ആ മഹൽ സദസ്സ് ഒത്തുചേർന്നു പാടാൻ എന്നു സാധിച്ചിടും എന്റെ പ്രിയ കാന്ത ആ മഹൽ സദസ്സ് ഒത്തുചേർന്നു പാടാൻ എന്നു സാധിച്ചിടും എന്റെ പ്രിയ കാന്ത പരമാനന്ദമേ പരത്തിലെന്നുമേ പരിചിലേശുവേ കൂടെ വസിച്ചിടാമെന്നു പാർത്തിടാമെന്നു കൂടെ പാർത്തിടാമെന്നു അരുമനാഥനെ കൂടെ പാർത്തിടാമെന്നു പാർത്തിടാമെന്നു കൂടെ പാർത്തിടാമെന്നു അരുമനാഥനെ കൂടെ പാർത്തിടാമെന്നു നവ്യമാകലീകൾ എന്നും കാണിച്ചിടും ജീവദാരുണ്ട പഴുകുന്ന വിധിയെ നവ്യമാം കലീകൾ എന്നും കാണിച്ചിടും ജീവദാരുണ്ട പഴുകുന്ന നീ അനാദിയായും ശാശ്വതമായും തിരുവാകുന്നു നീ മധ്യയും ഒഴിഞ്ഞു വഴങ്ങി ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അറിഞ്ഞു ചെയ്യുന്നു 1000 സംവത്സരം ദൃഷ്ടി ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെ രാത്രിയിൽ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുക്കി കളയുന്നു അവർ ഉറക്കം പോലെ അത്രയും
അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അഴിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെയും എന്റെ മുമ്പിലും ഞങ്ങൾ രഹസ്യപാപങ്ങളെയും നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങൾ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെയും ഞങ്ങൾ ഒരു നെടുവെപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരയണമേ. എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലം തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങൾ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനന്തം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങൾക്ക് ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. സകലവും വിട്ടു ഞാൻ പോയിടുന്നേ, യേശുവോടും കൂടെ വസിപ്പാൻ. മാന്തിയോടിനാൻ കാംക്ഷിക്കുമ്പോൾ എന്നാത്മാവ് വാഞ്ചിച്ചു ദാഹിക്കുന്നേ. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തുമായി എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല. ഗോതമ്പിന്റെയോ മറ്റു വലതിന്റെയോ വെറും മണിയത്രയും വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വ്യക്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സും ഭേദമുണ്ടല്ലോ. മനുഷ്യരുടെ പുനരുദ്ധാനവും അവർണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനെ ആദാം ജീവദേഹിയായി തീർന്നു എഴുതിയിരിക്കുന്നല്ലോ. ഒഴുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. Sweetly
By and by, we shall be on that beautiful shore. We shall sing on the beautiful shore. The melodious songs of the blessed, and the Spirit shall soar on the moon. Not a sign for the blessing of rest in the sweet by and by. We shall meet on the beautiful shore in the sweet by and by. We shall meet on the beautiful shore. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാം. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാമശോഭനനാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദപ്രോദനമാകില്ലല്ലോ നിത്യം സൗഭാഗ്യവാന്മാക്കൾക്ക്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും കാഴ്കുക. വിഷയനെ തരും നന്മയ്ക്കു കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനെതിരാകൊണ്ടോരി ശോഭിത പ്രഭാതത്ത് ക്രിസ്തൻ ശോഭ ധരിപ്പാൻ ഉയർത്തുതാ. ഭക്തർ ഭവനീ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണുമെൻ പേരും.
തടുക്കില്ലി ലോകമെന്റെ ഗമനത്തെയോ വരുകിൽ ഒരു വിധം വ്യാധി ദുഃഖം ദേഹത്ത് പിരിഞ്ഞു ഞാനതും മൂന്നാൾ പോകുന്നേ കാണുവേയോ പ്രിയരേ ഞാൻ കാണുവേ എൻ പ്രത്യാശയിൻ പാതിയേ ചേരും ഞാനോട് കൂടെ വാഴും ഞാൻ സദനം നൻ സന്നിധോ പല നാളായി പരനോടു വാസം ചെയ്യുമോ കുതുകാം കാത്തു നിൽക്കുന്നേനിക്കായി കരങ്ങൾ നീട്ടി എന്നെ സ്വാഗതം ചെയ്യുവാതിനാ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്തയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൽ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം തേജസ്സേറും കേരുബികൾ കൂടാരത്തിനകത്തുണ്ട്. ഷേക്കൈനായുമുണ്ട് വീടേ.
ആരാധനയിൽ ധൂപമുണ്ട്, മേശമേലെൻ്റപ്പമുണ്ട്, പ്രകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, നഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിന്റെ പാനപാത്രം എപ്പോഴും നാം ഇപ്പോൾ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് റാബോഡ് ജംഗ്ഷനിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയിലുള്ള നമ്മുടെ GPM ചർച്ച് ഹാളിൽ വെച്ചാകുന്ന അന്ത്യ ശുശ്രൂഷകൾ 2 മണിക്ക് തന്നെ ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. കർത്താവ് ഇപ്പോൾ ഇരുന്ന് ശുശ്രൂഷകളെല്ലാം നടത്തി അനുഗ്രഹിച്ചു തരണം. ഏറ്റെടുത്തുവാൻ നന്ദി നേരിട്ടതായിട്ടുണ്ട്. കർത്താവ് ഭദ്രമായ ദിവസമേത്ത് കൊണ്ടുവരണം. ശുശ്രൂഷ എല്ലാവരുടെയും ആത്മീയ അഭിവൃദ്ധിക്ക്, ആശ്വാസത്തിന്, സ്വർഗീയ ആ പ്രത്യാശയ്ക്ക് മഹന്തരമായി നിങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നന്ദിയോടങ്ങെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ദൈവമേ, പ്രിയ രാഷ്ട്രീയ സ്ഥാപനം മുൻപേ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. സമയത്ത് സ്വാതന്ത്ര്യപ്പെട്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കാർമേൽനാഥൻ തന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് എന്നേക്കുമായി ജീവിക്കുന്നു എന്ന് വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ കൂടിയുള്ള പാപ ക്ഷമ, നിത്യ ശിക്ഷാവിധികളുള്ള രക്ഷ പ്രാപിക്കാൻ നിർവചിക്കുന്നതിനാൽ സ്തോത്രം. ദൈവകൽപ്പനകൾ അനുസരണമായി ജീവിപ്പാൻ ദൈവകൃപകളെ പറഞ്ഞു കൊടുത്തതിനാൽ സ്തോത്രം. അന്ത്യ വിഷ്ണുവിനെയും ദൈവത്തിൻ്റെ കരുണയിലും കരം കൊടുക്കുന്നതിനാൽ സ്തോത്രം. യേശുവേ ഇത്രത്തോളം ദൈവസാന്നിധ്യത്തിൽ ആരാധന ആലയത്താളിലേക്ക് കടന്നു പോകുന്നു. സാന്നിധ്യത്തോടും ശുശ്രൂഷകളിൽ സംബന്ധിക്കാനുള്ള ശുശ്രൂഷന്മാരെ ദൈവമക്കളെ എല്ലാം എന്ന സമയത്ത് വേണ്ടപ്പെട്ടവരെല്ലാം കൊണ്ടുവരുന്നു. ശുശ്രൂഷ ഏറ്റവും ആത്മീയവും മഹത്വവുമായി ഭാവേ മക്കൾ പരാഗണത്തിലുള്ള ഏവരെയും കർത്താവ് ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കുമാറാക്കണം. പ്രഭാകരങ്ങളിൽ തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.
also, I know the loss is intensely personal for many of you. Coming to the home has been a very painful and moving experience. But we just had, I only heard the ending of the prayer. The prayer has, I'm sure, accompanied her on her journey. May she live in all our hearts, which is, of course, the best we can hope for. And let us be grateful for the life that God enabled her to lead, and be grateful for all that she has done with such a lovely, large family that she is able to give to the world. So, with my thoughts and prayers, I express my profound condolences at your loss. May she live forever in the family's hearts and in the hearts of all those she has touched. God bless you. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. കേയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം, എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം, എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം. നമ്മൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ലോകത്തിലെ മനുഷ്യൻ ന്യായമായും ആഗ്രഹിക്കാവുന്ന എല്ലാം നമ്മുടെ കൈ കൊടുത്ത് തക്ക
സമയത്ത് എൻ്റെ സന്നിധിയിൽ ചേർത്തുകൊള്ളുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ലോകത്തിലെ മനുഷ്യൻ ജനിക്കുന്നെങ്കിലും അവൻ ദൈവരാജ്യത്തിൽ കാണപ്പെടണമെങ്കിൽ വീണ്ടും ജനനം ആവശ്യമാണല്ലോ. ഈ ലോകത്തിൽ ജനിച്ചതിനെ കൂടാതെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം വീണ്ടും ജനിക്കുവാൻ ഭാഗ്യപ്പെടുന്നതോട് സ്തോത്രം ചെയ്യാം. ദൈവകൽപ്പനയായ സ്ഥാനമേറ്റു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അപ്പോസ്തലന്മാരെ കൂട്ടായ്മയിൽ കടന്നു വന്നു. മരണം വരെയും കൂട്ടായ്മയുടെ ബന്ധത്തിൽ വിശ്വാസത്തിൽ സകല വിശുദ്ധന്മാരുമായ ബന്ധത്തിൽ നിലനിർത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ക്രിസ്ത്യൻ ജീവിതം അറിയാതെയും ചെറുപാടുപോലെ എല്ലാ പ്രതികൂലങ്ങളെയും അപ്രയാസങ്ങളെയും ശോധനകളെയും പരീക്ഷയുടെ മധ്യയുള്ള ഒരു പ്രയാണമാണ്. ദൈവരാജ്യത്തെ നോക്കിയുള്ള പ്രയാണം. ആ ഭക്തിയെ പ്രതിപാദനയും ശക്തീകരിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവം നൽകിയതായ നാളുകളൊന്നും പാഴാക്കി കളയാതെ അത് ദൈവങ്ങളുടെ ബന്ധത്തിൽ ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് സഹസ്ര വിശ്വാസികളെ സ്നേഹിച്ച് സേവിച്ച് പ്രധാന ഉത്തമ സാക്ഷിയായി ദൈവം ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇവരുടെ ആരാധന ദുഃഖത്തോടുകൂടി ദുഃഖമുണ്ടെങ്കിലെയും പ്രത്യാശയോടുവരായി നടത്തുവാൻ ദൈവം നമുക്ക് ഉയർപ്പിന്റെ പ്രത്യാശയോടെ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ദൈവം ബലപ്പെടുത്തുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വിശ്വാസത്തെ ആശ്വസിപ്പിക്കുന്നതിനായി മക്കളെ ചുമകളിലായി ധൈര്യപ്പെടുത്തുന്നതിനായി നമ്മെ ഓരോരുത്തരെയും പ്രത്യാശയാൽ നിറച്ച് നിത്യത്തിൽ അവകാശമായി തീരുവാൻ ദൈവം പ്രാപ്തരാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ആരാധനയ്ക്ക് കഴിഞ്ഞ നിർമ്മകളുടെ വളരെ യാത്രയിലാണ്. അവരെ സമയം കൂടാതെ എത്ര വേഗം വന്നെത്തുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവിനെ വിശ്വസിച്ച് അവിടുത്തെ ഒരു മകളായി സ്വർഗ്ഗത്തിൽ പേരുതൊട്ടവളായി തീരുവാനും അവിടുത്തെ വചനത്തെ അറിഞ്ഞ് നോത്തോളം ദൈവപ്രസാദകരമായ ജീവിതത്തെ കാക്കുവാനും തന്റെ ജീവിതം ദൈവത്തിന്റെ വേദിക്ക് പ്രയോജനകരമായി സകലവിശ്വാസമായി എല്ലാവർക്കും ഒരു നല്ല സാക്ഷ്യമായി ജീവിപ്പാൻ ശക്തീകരിച്ചതാണെങ്കിൽ വാഴ്ത്തുന്നു. അപ്രകാരത്തെ ചെറിയ ക്ലേശങ്ങൾ കടന്നുപോയെങ്കിലും അവിടെ ദൈവം കൂടിയിരുന്ന ആശ്വാസപ്രദനായിരുന്നു. ദൈവത്തിന്റെ സമയത്ത് ഈ ലോകത്തിൽ നിന്ന് വിളിച്ചു കളഞ്ഞ പാപികത്തിന്റെ തീരുമാനമായി ഇന്ന് ഞങ്ങൾ ഈ ആരാധനയായി ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം പ്രത്യാശയോടെ അറിയപ്പെടുവാനും ഞങ്ങൾക്ക് കടന്നുപോകണമെന്ന് മനസ്സിലാക്കി നിത്യതയ്ക്ക് അടുക്കുവാനും എല്ലാം മുഖാന്തരമാക്കി നൽകണമേ. എല്ലാം ഹൃദയം നാം ബോധപ്പെടുത്തും. വിശുദ്ധാത്മ സാന്നിധ്യങ്ങൾ നൽകി മുഖാന്തരവരെ ആശ്വസിപ്പിച്ച് ധൈര്യം കൊണ്ടും കൃപ കൊണ്ടും സമാധാനം കൊണ്ട് നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ ശ്രദ്ധിക്കുന്നതാമേ. ആമേൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ
തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുവാടനീടുമേ ദൂതസംഗമാകവേ എന്നെ സദാ സന്നദ്ധരായി വീടുന്നേ ശുദ്ധവസ്ത്രധാരിയോ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുദ്ധവസ്ത്രധാരിയോ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ താതനെ മാനിക്കുവാനാ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ താതനെ മാനിക്കുവാനാ. തരുമോരോരോ ബഹുമാനങ്ങൾ അണിഞ്ഞിടും സദാകാലമാ. തരുമോരോരോ ബഹുമാനങ്ങൾ അണിഞ്ഞിടും സദാകാലമാ. ദൂതസംഗമാകവേ എന്നെ സദാ സന്നദ്ധരായി വീടുന്നേ. ശുഭ്രവസ്ത്രധാരിയാ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനങ്ങൾ വൃത്തവീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനങ്ങൾ വൃത്തവീരന്മാർ. വീണനാദവാൻ ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുവേ. വീണനാദവാൻ ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുവേ. ദൂതസംഗമാകവേ എന്നെ തിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയാ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലി നഗരമതിൽ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലി നഗരമതിൽ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുവേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുവേ. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞാനും
അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് ആനന്ദ പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവരെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷതയിലെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തന്റെ ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഖലകളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ട് വിചാരിച്ചല്ല, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എൻ്റെ മമ്മയുടെ മരണം. എൻ്റെ പേര് സൂസൻ, ഞാൻ മമ്മയുടെ മൂത്ത മകളാണ്. കഴിഞ്ഞ ദിവസമെല്ലാം മമ്മിച്ച് വീക്കായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അതിനെ തുടർന്ന് കഴിഞ്ഞ വെനസ്ഡേ മമ്മി അഡ്മിറ്റായിരുന്നു. തേഴ്സ്ഡേ ഉച്ചയ്ക്ക് പ്രൊസീജിയർ ഉണ്ടായിരുന്നു. തേഴ്സ്ഡേ ഉച്ച കഴിഞ്ഞ് ഞാൻ ഡോവയിലാണ്. അപ്പോഴും സംസാരിച്ചപ്പോൾ എല്ലാം അണ്ടർ കൺട്രോൾ ആണെന്നാണ് അവസാനം പറഞ്ഞത്. എന്നാൽ നിമിഷം നേരം കൊണ്ട് മമ്മിയുടെ മരണ വാർത്തയാക്കി പോകുന്നത് വളരെ ഷോക്കായിരുന്നു. വിശ്വസിക്കാൻ വയ്യായിരുന്നു, ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യായിരുന്നു. വളരെ ലവിങ്ങാണ്, എല്ലാവരോടും സ്നേഹം, എല്ലാവരെയും കരുതുക, ഒരു വെൽവിഷർ, എല്ലാവരും നന്മ മാത്രം ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഒന്നിനോട് ഒരിക്കലും അഹങ്കാരമില്ല. വളരെ താഴ്മയുള്ളൊരു അമ്മ, വളരെ താഴ്മയാണെങ്കിലും ഉള്ളിൽ വലിയ പ്രത്യാശയാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് ഉദ്ദേശിക്കുന്നത് മമ്മി കർത്താവ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നാലും അതിനെല്ലാം ഫേസ് ചെയ്യാൻ മമ്മി ഭയങ്കര ധൈര്യമായിരുന്നു. മമ്മി ഒരു woman of prayer ആയിരുന്നു, a woman of faith and a woman of hope. ഒരിക്കലും ഞാൻ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. മമ്മി ദൈവം എന്നെ വളരെ സ്നേഹിച്ചു, എന്നെ വളരെ ആദരിച്ചു. പപ്പയുടെ കൂടെ നിന്ന് പപ്പയുടെ മിനിസ്ട്രിയിലെല്ലാം വളരെ സപ്പോർട്ട് കൊടുത്തു. അവരുടെ കുടുംബകാര്യപ്പെട്ടു അവരുടെ എക്സാമ്പിളാണ്. ഒരിക്കലും ഞാൻ തമ്മിൽ ഒരു ആർഗ്യുമെന്റ്, ഒരു വഴക്കോ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കലും ശബ്ദം ഉയർത്തി ഒന്ന് സംസാരിക്കുന്നു, ഒരു നെഗറ്റീവ്, ഒരു വേണ്ടാത്തൊരു ശബ്ദം, ഒരു വേണ്ടാത്തൊരു വാക്ക് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴും ശാന്തമാണ്, വളരെ ഹമ്പിളാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ കോൺസ്റ്റോൺ ആയിരുന്നു മമ്മി. നിങ്ങൾ ബിൽഡപ്പ് ചെയ്തതെല്ലാം അമ്മയാണ്. ഞങ്ങൾ അമ്മയും മോളും ആണെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സ് പോലായിരുന്നു. We loved each other a lot. ഞങ്ങൾ ഡോയിലായിരുന്നു കോവിഡിന്റെ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മി ചുവടക്കൂടെ മൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി മമ്മിയെ വിളിക്കുമായിരുന്നു. മണിക്കൂറുകൾ കഥകൾ പറയും, ദേവിയ കാര്യങ്ങൾ പറയും, തമാശകൾ പറയും, സന്തോഷം പങ്കുവെക്കും, ദുഃഖം പങ്കുവെക്കും.
മമ്മിയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഒരു രോഗത്തിൽ കൂടെ കടന്നു പോയായിരുന്നു. എന്നാലും മമ്മിക്ക് ഒരു കംപ്ലൈൻറ്റ് ഇല്ലായിരുന്നു. ഒരിക്കലും ഇതെന്താ സംഭവിച്ചത്, എന്താ ദൈവത്തെ ഒരു പ്രാവശ്യം ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴും പ്രസന്നമായ മുഖം, എപ്പോഴും സന്തോഷം. പലവട്ടം മരണത്തിൽ വാതിൽ വരെ എത്തി. ദൈവം അവിടുന്നെല്ലാം പിടിവെച്ചു. മാത്രമല്ല പപ്പാണെങ്കിൽ മമ്മിയെ വളരെ കാര്യത്തിൽ ഒരു പ്രഷ്യസ് ജമ്മിനെ നോക്കുന്ന പോലെയാണ് പപ്പ മമ്മിയെ നോക്കിയത്. അതിന് മമ്മിയെ വളരെ ഭാഗ്യവതിയാണ്. മമ്മിയുടെ മെമ്മറീസ് ഇഷ്ടം പോലാണ്, മമ്മിയുടെ ഗുണങ്ങൾ ഇഷ്ടം പോലാണ്. പറഞ്ഞാലും തീരത്തില്ല. മമ്മി വെച്ചിരിക്കുന്ന എക്സാമ്പിൾസ് അനുസരിച്ച് ആ റോൾ മോഡൽ മമ്മിയെ റോൾ മോഡലായിട്ട് ആ എക്സാമ്പിൾസ് എല്ലാം കണ്ടത്. അതുപോലെ ആ ക്യാരക്ടേഴ്സ് എല്ലാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്നു. മമ്മിയുടെ മമ്മിയുടെ യാത്രയ്ക്ക് വേണ്ടി മമ്മി പോയ അതനുസരിച്ച് ഇനി പോകാൻ ആഗ്രഹിക്കുന്നു. Mommy, I love you very much today, and I'm going to kiss you very much. I know you're in a better place, and I'll see you again. ഈ സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളെ ധൈര്യപ്പെട്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ച് എവരിവണ്ണിന് താങ്ക്ഫുൾ ആണ്. നന്ദി പറഞ്ഞോട് എൻ്റെ വാക്ക് വെച്ചു. I am Philip, son of Mommy. I wish to thank God for this giving me this opportunity to say a few words about my mommy. My mommy was a person who was a valor in prayer. I wish to follow her in the same. Whenever I see mommy, she was always in prayers. So I did not disturb her. And thank God for her. Therefore, I wish to follow her in the same path. She did not show any pain during these difficult times. Praise God for that. She was a person with whom I could share or discuss all my problems. All my problems in my office or my personal life. As a person in my life, that is my mommy. Thank God for that. Every time when I returned home from my office or anywhere, I straight away went to my mommy's room to see what my mommy did, and asked her whether did what she wanted, but any help or anything. But she's never complained about anything. But she said whatsoever she told me, I tried to give her all help I could. I thank God for that opportunity God gave me. And now she has entered the blessed home God has kept for her. I pray that we all as a family in my life follow dear mommy's path and reach the blessed home. And any complaints she
she kept to herself and she never showed to others. I thank God. If she wanted anything, she told me, and she told me, and I tried to help her out. And the mummy is no more. I pray that I will see her once more in heaven. The great hope that we have. I thank God for her. Please pray that very soon that I will see her mummy very soon. Please pray once more for us as his family. Praise God for us. Amen. എൻ്റെ മമ്മി ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുമെന്നോ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ സാക്ഷി പറയേണ്ടി വരുമെന്നോ ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ദൈവ ഇഷ്ടം നടന്നു. മനുഷ്യപുത്രന്മാരെ ദൈവം തിരികെ വിളിക്കുന്നു. യോ പറഞ്ഞ പോലെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവും. അത് ഈ മാതാവിനെ കൂടെ അടിയുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്ക് ഉപകാരങ്ങളുമായി ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. എൻ്റെ മമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെ ഏറ്റവും സ്വാധീനിച്ച, സ്പർശിച്ച നമ്മുടെ സ്വഭാവം, നമ്മുടെ പ്രാർത്ഥന ജീവിതമായിരുന്നു. പുറമെ പേര് പോലെ തന്നെ ഒരു ശാന്തമായ സ്വഭാവമായിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നെങ്കിലും അകത്ത് ഒരു ഗർജിക്കുന്ന സിംഹം ഉണ്ടായിരുന്നു. സാധാരണ രീതിയിലുള്ള പ്രാർത്ഥനയല്ല, സാധാന്യ കോട്ടകളോട് എതിർത്തുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്ന, പോരാടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കോളേജ് കാലങ്ങളും എൻ്റെ സ്കൂൾ കാലങ്ങളും ഒഴിവുള്ള ദിവസങ്ങളിൽ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ പകൽ സമയത്ത് മമ്മി തൻ്റെ വീട്ടിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം ഒരു 9-9:30-10 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലുണ്ടെങ്കിൽ തൻ്റെ പ്രാർത്ഥന മുറിയിലേക്ക് കയറും. പാവിച്ച് മുട്ടുകുത്തും. ആദ്യ സമയങ്ങളിൽ സാവധാനം പ്രാർത്ഥിക്കും, ഒരു 10-15 മിനിറ്റ്. എന്നാൽ ഞാൻ വീട്ടിൽ വേറെ എവിടെയെങ്കിലായിരിക്കും 15 മിനിറ്റ് കഴിയുമ്പോൾ താൻ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറഞ്ഞ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്ന സൗണ്ട് വീട്ടിലെവിടെയാണെങ്കിലും കേൾക്കാൻ കഴിയും. അതുപോലെ ശബ്ദം ഉയരും. പേര് പോലെ അല്ല, പ്രാർത്ഥനയും അങ്ങനെയല്ലായിരുന്നു. താൻ പോരാടി പ്രാർത്ഥിക്കുന്നത് വീട്ടിലെവിടെയൊന്നും കേൾക്കാം. അത് ഏകദേശം 1 മണിക്കൂറോളം പോകും. പോരാടി വാഗ്ദത്തങ്ങൾ പറഞ്ഞ് പല വിഷയങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ മൊബൈൽ പ്രാർത്ഥന ശബ്ദം നിലയ്ക്കും. ഞാൻ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ ഞാനന്ന് എൻ്റെ കുട്ടിക്കാലമാണ് ഞാൻ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഈ പ്രാർത്ഥന നിർത്തിയിട്ട് തൻ്റെ ബൈബിൾ തുറന്ന് ബൈബിൾ നോട്ട്സ് എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. വേദപ്രകാരം അത് കുറച്ചു നേരം ചെയ്യും. ചിലപ്പോൾ ഞാൻ വന്നിരിക്കുന്ന കണ്ടെന്നിരിക്കും, കണ്ടെന്നിരുന്നിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ജീവിതം തന്നെ ഉണ്ടായിരുന്നു. അതെനിക്കും എൻ്റെ പ്രാർത്ഥന ചെയ്ത് എനിക്കും വളരെ മുൻകൂട്ടായി മാറി. എനിക്കറിയാം, പിൽക്കാലത്ത് കാരണം എൻ്റെ സ്കൂൾ കാലങ്ങളിൽ, എൻ്റെ കോളേജ് കാലങ്ങളിൽ ദൈവത്തെ വിട്ട് അകത്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത്, ദൈവത്തെ അറിയാൻ കഴിഞ്ഞത്, ദൈവത്തെ രുചിച്ചറിയാൻ കഴിഞ്ഞത്, ദൈവ സ്നേഹത്താൽ നിറഞ്ഞ് ക്രിസ്തുവിലാൻ കഴിഞ്ഞതും അന്ന് എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ സ്തോത്രം. ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത്, വളരെ കുട്ടിക്കാലമായിരുന്ന സമയത്ത് ഇവിടെ പയ്യന്മാരുടെ വീട്ടിൽ തന്നെ എൻ്റെ ഇളയ സഹോദരി റൂത്ത് ഒരു പ്രത്യേക രോഗത്താൽ ബാധിക്കപ്പെട്ടു. അവൾ കിടപ്പിലായി. നമ്മുടെ താഴത്തെ വീട്ടിലെ അങ്ങേറ്റത്തെ മുറിയിൽ അവൾ ബെഡിൽ കിടക്കുന്നു. താഴെ മമ്മിയും പപ്പായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വളരെ കുട്ടിക്കാലമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു.
എന്നാൽ രോഗം പെട്ടെന്ന് മൂർച്ഛിക്കുവാനിടയായി. അല്പം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി തന്റെ ശരീരത്തിൽ ശ്വാസം നിലച്ചു, നിർജീവമായി ശരീരം തണുക്കുവാനിടയായി. പെട്ടെന്ന് മമ്മിയുടെ മേൽ ആ പറഞ്ഞ പ്രാർത്ഥനയുടെ അഭിഷേകം വ്യാപരിച്ചു. താൻ ഉറക്കെ മരണത്തിന്റെ അനുഭവം യേശുവിന്റെ നാമത്തിൽ എന്റെ പൈതലെ വിട്ട് കൽപ്പിച്ചു. മരണത്തിൽ ജീവിക്കുന്ന സാക്ഷികൾ ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് കാലം നടന്നിട്ട് കണ്ടിട്ടുണ്ട്. എങ്കിലും എന്റെ വീട്ടിൽ എന്റെ കണ്ണാൽ കാണുവാനും എന്റെ ചെവികൾ കേൾക്കുവാൻ അനുഭവിക്കുവാനും ദൈവം ഭാഗ്യം തന്നു. കാരണം അല്പസമയം കഴിഞ്ഞപ്പോൾ തന്റെ ആത്മാവ് തന്റെ ശരീരത്തിലേക്ക് തിരികെ വന്നു. വെള്ളം കൊടുത്തു. കുറച്ച് കഴിഞ്ഞു, വളരെ കുഞ്ഞാണ്, ഞാൻ കുട്ടിക്കാരനാണ്. അനിയത്തിയോട് ചോദിച്ചു എന്താ സംഭവിച്ചത്. അനിയത്തി എന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി, ഞാൻ സ്വർഗത്തിലെത്തി, യേശുവിനെ കണ്ടു, ഞാൻ മുഖാമുഖം. സന്തോഷ അനുഭവത്തിലേക്ക് അല്പസമയം അങ്ങനെ ആയിരുന്നപ്പോൾ യേശുവിനോട് പറഞ്ഞു, മോളെ ഇപ്പോൾ നീ തിരികെ പോ, പിന്നെ വരാം. അപ്പോൾ ആത്മാവ് തിരിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രാർത്ഥന ആത്മാവിൽ നിറഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന ആ സ്ഥലം മാത്രമല്ല കുലുക്കുന്നത്, ആ വീട് മാത്രമല്ല കുലുക്കുന്നത്, സ്വർഗത്തിലെയും സ്വർഗത്തിലെ സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ ദൈവത്തിൽ തന്നെ കുലുക്കുവാൻ, ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. ആ വിധത്തിൽ ശക്തമാണ് എനിക്ക് മനസ്സിലായി. ആ തന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അവിശ്വാസത്തിന്റെ ഗർജിക്കുന്ന സിംഹം അതെനിക്ക് ഒരു മാതൃകയായി മാറി. എന്റെ പിൽക്കാലത്ത് ആ അനുഭവത്തിൽ കൂടെ, പ്രാർത്ഥന ജീവിതത്തിൽ കൂടെ പല അത്ഭുത വിടുതലുകൾ ശരീരത്തിൽ ഉണ്ടാവാനൊക്കെ ഇത് മുഖാന്തരമായി പിന്നീട് എനിക്ക് മനസ്സിലായി. നാമത്തിന് മൊത്തം ഞാൻ മാത്രമല്ല, നമുക്ക് 4 മക്കൾക്കും ഞാൻ 3ാമത്തെ ആളാണ്. എൻ്റെ പേര് ജസഫ്, അറിയാം, ഈ സഭയിൽ അംഗമാണ്. അപ്പോൾ നമുക്ക് 4 പേർക്കും ഈ മാതാവിൽ കൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ഇനി മാതാവില്ല എന്നാൽ മാതാവിനെ കാണാൻ കഴിയുമെന്നുള്ള പ്രത്യാശ, മാതാവ് കാണിച്ചെന്ന വഴിയിൽ ജീവിക്കുവാൻ, കേട്ട് മനസ്സിലാക്കില്ല, ജീവിക്കുവാൻ, നല്ല കാര്യങ്ങളെ ജീവിക്കാൻ തീരുമാനം അടിയനെയും സഹായിക്കണം. എല്ലാവരുടെ പ്രാർത്ഥന വിഷയം സാക്ഷ്യത്തിൽ ഈ സമാധാനം സാക്ഷിയായിട്ട് വന്നതിന് ശേഷം വലിയ കൃപയ്ക്കായി നദിയുടെ സ്തോത്രം. സാക്ഷി പറയാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് ആദ്യമായി അപേക്ഷിക്കുന്നു. ഇങ്ങനെ പെട്ടെന്ന് മമ്മയുടെ മരണത്തിൽ ഒരു സാക്ഷിയായി നിൽക്കും അടികളാരും കുടുംബത്തിൽ വരാനും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് ദൈവം മമ്മിയെ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർത്തുകൊണ്ടു. അതിനായി ദൈവത്തിന് നദിയുടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2014 മമ്മിയുടെ 2ാമത്തെ മകന്റെ ഭാര്യയായി കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ചില മാസങ്ങൾക്ക് ശേഷം ദോഹയിലേക്ക് അടികൾ കുടുംബമായി ചെന്നു. അവിടെ മാതാപിതാക്കളും മമ്മിയും പപ്പയോടും ഒപ്പമായിരുന്നു. ആദ്യം കുറച്ചു കാലങ്ങൾ അടികൾ താമസിച്ചിരുന്നത്. അടികൾ ചെന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളാണ് അവിടുത്തെ ന്യൂലി മാരീഡ് കപ്പിൾ, ഞങ്ങളാണ്. പക്ഷെ അവിടെ ചെന്ന് മമ്മിയും പപ്പയും കണ്ടപ്പോൾ മനസ്സിലായത് മമ്മിയും പപ്പയും ആയിരുന്നു അവിടുത്തെ പുതിയ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള ന്യൂലി മാരീഡ് കപ്പിൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതുപോലെയായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം. പലതും അമ്മയിൽ നിന്നും പപ്പയിൽ നിന്നും കണ്ടുപഠിക്കുവാൻ, അത് അടിയന്റെ ദാമ്പത്യ ജീവിതത്തിലും അനർത്ഥമാക്കുവാനും ദൈവടിയങ്ങൾക്ക് കൃപ തന്നു. വളരെ ശാന്ത സ്വഭാവമായിരുന്നു മമ്മി. ഞാൻ ഈ കഴിഞ്ഞ 10 വർഷമായിരുന്നു മമ്മിയുടെ വായിൽ നിന്ന് ഒരു സൗണ്ട് ഒച്ചയിൽ കേൾക്കുവാനോ, ഒന്ന് ദേഷ്യപ്പെട്ടത് കാണുവാനോ, ഒരു പരാതി പറയുന്നത് കാണുവാനോ ഇടയായിട്ടില്ല. വളരെ ആർദ്രതയോടെ മമ്മി സംസാരിച്ചിട്ടുള്ളൂ. പലരും പറയുന്നത് പോലെ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ള മമ്മിയായിരുന്നു. ആ മാതൃക പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്കും കൃപ നൽകണം. മമ്മിയിൽ നിന്ന് ലഭിച്ച എല്ലാ നല്ല അനുഭവങ്ങൾക്കായി മമ്മിയുടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മമ്മി കാണിച്ച പാതയെ അതിൽ പിന്തുടർന്ന് ചെയ്യുമ്പോൾ ദൈവടികൾക്ക് കൃപ നൽകണം. ഈ ദുഃഖത്തിൽ അടികൾ കുടുംബത്തോടൊപ്പം ചേർന്ന എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ അടിയ നന്ദി പറഞ്ഞാൽ സാക്ഷി സ്തോത്രം. James 3:17 and 18
but the wisdom that is from above is first pure, then peaceable, gentle, and easy to be entreated, full of mercy and good fruits, without partiality and without hypocrisy. And the fruit of righteousness is sown in peace of them that make peace. ഇതായിരുന്നു മമ്മിയുടെ ജീവിതം. മമ്മി എവിടെ പോയാലും മമ്മി സമാധാനം ഉണ്ടാക്കുവാൻ വളരെയധികം ശ്രമിച്ചു. എന്തെങ്കിലും സമാധാനം കേട്ട് കണ്ടു കഴിഞ്ഞാൽ മമ്മിയുടെ റൈറ്റ്സ് പോലും മമ്മി വിട്ട് സാക്രിഫൈസ് ചെയ്ത് മാറി കൊടുത്തു. എപ്പോഴും പറയുന്ന the peacemakers, for they shall see God and they shall be called the children of God. കുഞ്ഞിലെ തൊട്ടേ സമാധാനം ഉണ്ടാക്കണം, സമാധാനത്തിനായി സ്ട്രൈവ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഞാൻ മമ്മിയുടെ ഏറ്റവും വലിയ 4ാമത്തെ മോളാണ്. ഞാൻ മമ്മിയും കൂടെ തമാശയായിട്ട് പറയും, ജോസഫിനെ പോലെ ഞാൻ ചൈൽഡ് ഓഫ് ഓൾഡ് ഏജ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനും മമ്മി ഒരു വെരി സ്പെഷ്യൽ ബോണ്ടിങ് ഉണ്ടായിരുന്നു. എന്റെ 5ാമത്തെ വയസ്സ് നമ്മൾ ദോഹനവിടെ വന്നു. ഇവിടെ സെറ്റിൽ ആയി. അത് കഴിഞ്ഞിട്ട് പപ്പ തിരിച്ചു പോയി. ബാക്കി ഓൾഡർ സിബ്ലിങ്സ് ഒക്കെ അവരുടെ എഡ്യൂക്കേഷനും അല്ലാതെയും ഒക്കെയും പല സ്ഥലത്തും പോയപ്പോൾ ഞാനും എൻ്റെ ഇമ്മ ബ്രദറുമായിരുന്നു മമ്മിയായിട്ട് മെജോറിറ്റി ഓഫ് ദ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ മമ്മിയുടെ കൂടെ ഒത്തിരി ക്ലോസ് ആവാനും എൻ്റെ സ്കൂൾ ലൈഫിലും മമ്മി എനിക്ക് ഫ്രണ്ട് ആയിരുന്നു. മമ്മി എപ്പോഴും ശാസിക്കും, ബട്ട് അതെപ്പോഴും സ്നേഹത്തിലും ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ മറ്റെല്ലാ സിബ്ലിങ്സും പറഞ്ഞതുപോലെ മമ്മിയുടെ ഒരു മെമ്മറി പറയുവാണെങ്കിൽ മമ്മിയെ ഞാൻ തിരിച്ച് സ്കൂളിൽ വരുമ്പോൾ പ്രാർത്ഥന മുറിയിലിരിക്കുന്ന മമ്മിയാണ് കാണുന്നത്. ഫ്രഷ്നപ്പ് ആയിട്ട് വരാൻ പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് മമ്മി വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. മമ്മിയുടെ പേരൻറ് റെസ്പോൺസിബിലിറ്റി മമ്മി വളരെ സീരിയസ് ആയിട്ട് അതിനെ എടുത്തു. 4 മക്കൾക്കും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ മമ്മി ചെയ്തു. അക്കാഡമിക്സിലാണെങ്കിലൊക്കെയും വളരെയധികം സപ്പോർട്ട് ചെയ്തു. പ്രയർ ലൈഫിൽ ഒരു വലിയ ഡിസിപ്ലിൻ മമ്മി നമുക്ക് കാണിച്ചു തന്നു. പ്രാർത്ഥിക്കുന്ന വൈകുന്നേരം 7:30 അവിടെ നമ്മുടെ എത്തിലേക്ക് മമ്മി വളരെ ഇതായിട്ട് ചോദിക്കും, ദൈവത്തെ മറന്ന് ചെയ്തിട്ട് എന്തുമാണ് കാര്യം. അതുകൊണ്ട് എല്ലാവരും 7:30 ആവുമ്പോൾ വന്ന് അവിടെ ഇരിക്കും. പിന്നെ ആ പ്രയർ കഴിഞ്ഞിട്ട് ബാക്കി എന്തും നമുക്ക് വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മോർണിംഗ് ആണെങ്കിലും അതുപോലെ പപ്പ ദോഹ പോലും നമ്മളെല്ലാവരെയും വിളിച്ച് ഉണർത്തി മമ്മി മോർണിംഗ് പ്രയർ ഈവനിങ് പ്രയർ എല്ലാം മമ്മി ചെയ്തു. വളരെ കാമായിരുന്നു, വളരെ പീസ്ഫുൾ ആയിരുന്നു. എന്നാൽ മമ്മി അറ്റ് ദ സെയിം ടൈം ഡിസിഷൻ മേക്കിംഗ് ദൈവത്തിൽ നിന്ന് ഒരു ബ്ലൈൻഡ്ലി മമ്മി ഒന്നും ഫോളോ ചെയ്തില്ലായിരുന്നു. വെയിങ് വേർഡ്സ് മമ്മി യൂസ് ചെയ്തില്ലായിരുന്നു. വൃഥാവായിട്ട് ഒരു വാക്കുപോലും പറയത്തില്ല. മമ്മിയുടെ വാക്കുകൾ വളരെ മിതമാണ്, എന്നാൽ അതിനകത്ത് വളരെ ഡീപ്പർ വിസ്ഡം ഉണ്ടായിരിക്കും. മമ്മി വളരെ ജോബിനെ പോലെ പ്രോബ്ലംസ് ആഫ്റ്റർ പ്രോബ്ലംസ് ആയിട്ട് മമ്മി ജസ്റ്റ് പല ടൈംസ് വന്നിട്ടുണ്ട്. ജോബിനെ പോലെ ഒരു പ്രാവശ്യം പോലും ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ട് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ജോബിനെ പോലെ ദൈവത്തിന് പ്രീതമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ മമ്മിയെ പല പരിശോധനകളിൽ കൂടെ പോയി. എന്നാൽ വളരെ വിശ്വാസവും ദൈവത്തിൽ ഉറച്ച വിശ്വാസമായിരുന്നു മമ്മിക്ക്. ഒരിക്കലും ഒരു ഡിസ്കറേജ്മെന്റ് പറയത്തില്ല. ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. ഞാൻ എൻ്റെ 4th grade വരെ ഞാൻ
വളരെ അക്കാഡമിക്സിൽ വളരെ ലോ ആയിരുന്നു. അപ്പോൾ മമ്മി പറയും, ഇല്ല, ജെയിംസ് 1:5 പറഞ്ഞ് നീ പ്രാർത്ഥിച്ച് നിന്റെ ബിസിനസ് നീ ക്ലെയിം ചെയ്യും, ദൈവം തരും. അങ്ങനെ ലൈക്ക് ഒരു എന്താണ് മമ്മിയുടെ ടീച്ചറാണ്, മമ്മിക്ക് പല പ്രാവശ്യം അത് ഒരു പ്രോബ്ലമായി കാണാമായിരുന്നു. എന്നാൽ ഒരിക്കലും ആ വഴി പോലെ മമ്മി ദൈവത്തിൽ എന്നെ ആ രീതിയിൽ എന്നെ എൻകറേജ് ചെയ്ത്, അത് കഴിഞ്ഞ് 5th grade എനിക്ക് പരിശുദ്ധാത്മ ആവശ്യത്തെ കിട്ടിയപ്പോൾ എന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് മാറാൻ എന്റെ അക്കാഡമിക്സിലും എന്നെ അത് മാറ്റിമറിച്ചു. അത് കഴിഞ്ഞുള്ള പിന്നീടുള്ള സ്റ്റഡീസിലും മമ്മി വളരെയധികം അതിലൊക്കെയും സപ്പോർട്ട് ചെയ്തു. മമ്മിയുടെ ഓൾറൗണ്ടർ ആയിരുന്നു. മമ്മിയുടെ എപ്പോഴും വേർഡ്സ് ഓഫ് വിസ്ഡം ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവസാന നിമിഷം വരെ എന്ത് ക്രിട്ടിക്കൽ ഡിസിഷൻസ് എടുക്കാനുണ്ടെങ്കിലും അടുത്ത് മമ്മിയെടുത്തും അത് കൺസൾട്ട് ചെയ്ത് എടുക്കുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ മമ്മി പപ്പായ്ക്കൊരു പെർഫെക്റ്റ് പാർട്ട്ണർ ആയിരുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. അടുത്തുള്ളവരുടെ എവിടെയെങ്കിലും ഒരു നീഡി ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒരു കൈ അറിയുന്ന മറ്റു കൈ അറിയാതെ ചെയ്യുന്നത് മറ്റു കാര്യം അറിയാതെ മമ്മി അത് അവരുടെ നീഡ്സിനെ സാധിച്ചു കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മമ്മിയുടെ കൂടെ കുറച്ച് മമ്മിക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതത്ര ഇന്റൻസ് ആയിട്ട് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയില്ല. എന്നാലും മമ്മിയുടെ കൂടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി. അവർ പെട്ടെന്നൊരു ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പോലെ ഞാൻ സൺഡേ നൈറ്റ് ഇവിടെ വന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ 4 ദിവസം മമ്മിയുടെ ആദ്യ സമയങ്ങൾ മമ്മിയുടെ കൂടെ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും സംസാരിക്കുവാനും ചിരിക്കുവാനും മമ്മിയെ ശുശ്രൂഷിക്കുവാനും എല്ലാം ദൈവം സഹായിച്ചു. മമ്മിയുടെ വലിയ ആഗ്രഹമായിരുന്നു കിടപ്പിലായി പോരുന്നത്. മമ്മി അതിനുവേണ്ടി എന്തും പ്രാർത്ഥിക്കുമായിരുന്നു. ആ ദൈവം ആ പ്രാർത്ഥന ഓർഡർ ചെയ്തു. മമ്മി കിടപ്പിലാവാതെ മമ്മിക്ക് ഒരു 75 വർഷം ലോങ് ലൈഫ് മമ്മിക്ക് ദൈവം കൊടുത്തു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മമ്മി ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. ആ ഒരു വലിയ വിശ്വം മമ്മിയുടെ ആബ്സൻസ് ഇവിടെ ഉണ്ട്. എന്നാലും ഒരു ദിവസം എന്റെ ടേൺ വരുമ്പോഴത്തെ സ്വർഗത്തിൽ മമ്മിയെ കാണാമെന്നുള്ള പ്രത്യാശ ഞാനായിരിക്കുന്നു. മമ്മിയെ ഈ ദിവസങ്ങളിലായി ഈ വർഷങ്ങളിൽ മമ്മിയെ ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവരും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നമ്മുടെ സമാധാനത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. In verse 4 it says, "Light shines in the darkness for the godly. They are generous and compassionate and righteous. Such people will not be overcome by evil. Those who are righteous will be long remembered. They do not fear bad news. They confidently trust in the Lord to care for them. They are confident and fearless and can face their foes triumphantly." Pretty much anyone who has been around Mummy knows that she's a soft, serene, and warm person. But inside of her, as you heard today, was the heart of a lion. She wasn't afraid of anything, and she was not overcome by anything either. I was blessed to hit the parental lottery twice in my life. Once with my parents, and then again when God added Papa and Mummy to me after Liz and I got married. From the time I first met Mummy more than 13 years ago, I've known her to be a soft, serene, and warm person, same that all of you know her to be. I'd like to briefly talk about 5 other qualities. The first is strength. Underneath Mummy's soft serenity was an indefatigable optimism and strength.
Through the great successes and challenges of life, Mummy's unwavering assurance in the faithfulness and love of God was a bright light for all of us. Secondly, support and stability. Mummy was a steadfast partner for Papa in all of life's endeavors. We are all familiar with Papa as being a dynamic leader and business person, but behind every great man is a great woman. As children of the house, we saw how Papa and Mummy did everything in partnership, from family matters to charity matters to business matters. Everything was done in unity between Papa and Mummy, and that's a great example for us. The third quality that I'll talk about a little bit longer is something that Mummy would never have talked about herself, so I'll talk now on her behalf. All of us in her family know that Mummy was very smart, and we were all proud of how smart she was. She was a qualified university graduate and a professional high school teacher for many years. Her employer awarded her a gold medal for her teaching performance in Doha. There are many studies that show the positive impact of a mother's academic achievement on her children, and particularly on a mother's daughters. Mummy supported all her children's studies and professional endeavors. She even came back to India during the children's studies and didn't return back to Doha until all the children had finished their studies. Both of Mummy's daughters are master's holders. She supported Liz with the completion of her British Chartered Accountancy, the ACCA, and then she came and stayed with us in the US while Liz finished her American Chartered Accountancy also, which is called the CPA. Even as a 75-year-old, Mummy was fully proficient in all the apps, voice commands, and technology necessary to stay in communication with her children and grandchildren. The fourth quality is succinctness. That is, with very few words, Mummy would provide insightful perspective that we all in the family counted on and benefited from. Usually when she spoke, we would have perfect clarity on the right course of action. Before Liz and I got married, Mummy pulled me aside one day and told me just 2 sentences about Liz, the substance of which have influenced every day of my married life with Liz. And she told me, if you do this, you'll have a happy married life. And it's been very true in our case. Like that, even when we were naming Daniel, it was just 2 sentences, mind you, for the first example. Also, when we were naming Daniel, Liz and I had prayed when we were expecting Daniel, and we felt very strongly that God wanted us to name him Daniel. But we were thinking to keep that as his middle name and a different name for his first name. And we were discussing this in Doha with Papa and the entire family, and it was a long discussion. And the discussion came to a perfect conclusion when Mummy said 6 words, "I will be calling him Daniel." And so it became very clear to us that Daniel's first name would be Daniel, and we figured, like that, each of us has many examples where in just 1 sentence or less, she will present something in a clear way that clarifies everything. Finally, Mummy was a spiritual woman. She was a woman of faith and prayer. She had an active faith in the power of God, and she had an intimate relationship with Jesus Christ as her Savior. When any of her children would call her, she would assure us that she was praying for us and encourage us that everything would work out for the better. All of this is to say our soft, serene, and loving Mummy was also the source of our impetus, our strength in the face of adversity, and our shining example of faith and devotion to Jesus Christ.
Mummy, we miss your physical presence with us on earth. I'm picturing you at rest in heaven. Maybe by now you've told my mom all about Danny and Libby and how we all are. But even though you are now there in heaven, your love, example, and energy are still with us. We'll take them forward with us until we see you in heaven again.